മക്കളെ, ഇന്ന് നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ഡയറി വരാൻ നിങ്ങൾക്ക് ഏത് ഭാഗത്തു നിന്നാണ് ഡയറി എക്സാമിന് ചോദിക്കുക, ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം ഏതാണ് എന്നാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഡയറി കെ പ്രശ്നോ കെ കുച്ച് സംഭാവിത സന്ദർഭ്, ഏത് സന്ദർഭത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഡയറി വരുന്നത് എന്നാണ് നോക്കാം. സുരേന്ദർ മാഡ് സാബ് കെ ബുരേ വ്യവഹാർ കെ ബാദ്, സുരേന്ദർ മാസ്റ്റർ ജി ബേലയോട് പെരുമാറിയ ആ ഒരു സന്ദർഭം ഉണ്ടല്ലോ, ആ സിറ്റുവേഷനില് ബേല സാഹിൽ രണ്ടു പേരുടെയും ഡയറി, ബേലയുടേതാവാം അല്ലെങ്കിൽ സാഹിലിൻ്റെതാവാം, ആ ദിവസമുണ്ടായ ഡയറി. ഒരു പക്ഷേ ബേലയുടേതായിരിക്കാം നിങ്ങളോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ സാഹിലിൻ്റെതായിരിക്കാം ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ടും നിങ്ങൾ എഴുതാൻ പഠിച്ചിരിക്കണം. അടുത്തത് റിസൾട്ട് കെ ബാദ്, സ്കൂളിൽ നിന്ന് അവർക്ക് 5ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു, ഇനി അവർ രണ്ടുപേരും 6ാം ക്ലാസ്സിലേക്കാണ്. അപ്പൊ ആ ദിവസം അവരെഴുതിയ ഡയറി, ബേല എഴുതുന്ന ഡയറി, സാഹിൽ എഴുതുന്ന ഡയറി. ഓക്കെ, രണ്ട് ഡയറിയും പഠിക്കാം. പിന്നീട് വരാൻ സാധ്യതയുള്ളത് ചോട്ടു കാ സപ്ന സാകാർ ഹോത്താ ഹെ, ചോട്ടുവിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു, ആ ദിവസം എഴുതിയ ഡയറി. ആ ദിവസം ചോട്ടു എഴുതിയ ഡയറിയാണ്, ചോട്ടുവിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട ദിവസം ചോട്ടു എഴുതിയ ഡയറിയാണ് ചോദിക്കുന്നത്. പിന്നെ ചാർലിയുടേതാണ്. ചാർലി, നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഇപ്പോൾ ഈ വരുന്ന ഫസ്റ്റ് ടൈം എക്സാമിലേക്ക് അതില്ല, ഇത് വരെയുള്ളൂ. ചോട്ടു കാ സപന സാകാർ ഹോത്താ ഹെ അത് വരെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമിലേക്ക് വരുന്നത്. ഇത് നമുക്ക് സെക്കൻഡ് ടൈമിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ്, എങ്കിലും ഒന്ന് പറയാം. ചാർലി സ്റ്റേജ് പർ പഹലി ബാർ ആയ ഓർ മാം ആഖിരി ബാർ, ചാർലി സ്റ്റേജിൽ ഫസ്റ്റ് തവണയും അമ്മ അവസാന തവണയും വന്നു. ഈ സമയത്ത് ചാർലി എഴുതുന്ന ഡയറി അല്ലെങ്കിൽ അമ്മ എഴുതുന്ന ഡയറി. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഈ 3 സുരേന്ദർജി മാസ്റ്ററുടെ ബുരേ വ്യവഹാറിന് ശേഷമുണ്ടായ ബേലയുടെയും സാഹിലിന്റെയും ഡയറി, റിസൾട്ടിന് ശേഷമുണ്ടായിട്ടുള്ള ബേലയുടെയും സാഹിലിന്റെയും ഡയറി, ചോട്ടുവിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടതിന് ശേഷം ചോട്ടു എഴുതിയ ഡയറി. ഓക്കെ, ഇനി അടുത്തത് ഡയറിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട കുറച്ച് സെന്റൻസുകളാണ് പറയുന്നത്, നിങ്ങൾക്ക് ഡയറിയിൽ ചേർക്കേണ്ട സെന്റൻസുകൾ. അതുപോലെ തന്നെ നമ്മുടെ ബേല മഷി നിറയ്ക്കാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ, അതൊക്കെ വാർത്താലാപമായിട്ട് വരും കേട്ടോ, അത് പറയാം അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ബേലയും സാഹിലും കൂടെ കടയിലേക്ക് മഷി നിറയ്ക്കാൻ പോകുന്ന ഭാഗമൊക്കെ. അപ്പൊ ഡയറിക്ക് ഷാമിൽ കർണയ്ക്ക് യോഗ്യ കുച്ച് വാക്യ, ഡയറിയിൽ നിങ്ങൾക്ക് ചേർക്കേണ്ട സെന്റൻസുകളാണ്. ഈ സെന്റൻസുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓ കൈസാ ദിന്ത, ഓ ഇന്ന് എന്ത് ദിവസമാണ്, നിങ്ങൾ എഴുതില്ലേ ആജ് ഖുഷി കാ ദിൻ, ആജ് ദുഃഖു കാ ദിൻ, അങ്ങനെ എഴുതല്ലോ, അതിന് പകരം എഴുതി കൊടുക്കേണ്ട സെന്റൻസ് ആണ് ഓ കൈസാ ദിന്ത, ഓ ഇന്ന് എന്ത് ദിവസമായിരുന്നു. മനസ്സിലായോ? आज मेरी जिंदगी के महत्वपूर्ण दिनों में से एक है, ഇന്ന് എൻ്റെ ജീവിതത്തിലെ മഹത്വപൂർണമായ ദിവസങ്ങളിൽ ഒരു ദിവസമായിരുന്നു. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്വപൂർണമായ ഒരു ദിവസമായിരുന്നു. ഈ സെന്റൻസ് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ എഴുതി കൊടുക്കാം. ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓ കൈസാ ദിൻ ദാ, ഇതും നിങ്ങൾക്ക് ഫസ്റ്റ് എഴുതി കൊടുക്കാം. നിങ്ങൾ ഖുഷി കാ ദിൻ, ദുഃഖി കാ ദിൻ എന്നൊക്കെ എഴുതല്ലോ, അതിന് പകരം എഴുതി കൊടുക്കാം എന്നാണ് പറഞ്ഞത്. ആജ് കാ ദിൻ മേം കബി ബോൽ നഹീം സക്ത, സക്തി എന്ന സ്ത്രീലിംഗത്തിലാണ്, സക്ത പുല്ലിംഗത്തിലും. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അതും നിങ്ങൾക്ക് നല്ല ദിവസമായാലും ചീത്ത ദിവസമായാലും നിങ്ങൾക്ക് ഈ ഒരേ ഒരു സെന്റൻസ് എഴുതി കൊടുത്താൽ മതി. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അത് രണ്ട് സംഭവം ആയാലും നമ്മൾ മറക്കാത്ത ദിവസമായിരിക്കുമല്ലോ, അത് നല്ലതായാലും ചീത്തതായാലും നമ്മൾ മറക്കാത്ത ഒരു ദിവസമായിരിക്കും അത്, അല്ലേ? അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന ഈ സെന്റൻസ് നിങ്ങൾ ചേർക്കാം. ക്വസ്റ്റ്യൻ കണ്ടിട്ട് അതായത് അതിന് സുഖമാണോ ചേർക്കേണ്ടത് ദുഃഖമാണോ ചേർക്കേണ്ടത് എന്ന് അറിയാത്ത കുട്ടികൾക്ക്, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി എഴുതാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സെന്റൻസ് പഠിച്ചു വെച്ചാൽ മതി. സുഖമായാലും ദുഃഖമായാലും എഴുതി കൊടുക്കുക. ആജ് ഏക് യാദ്ഗാർ ദിൻ രഹാ, ഇന്ന് എനിക്ക് യാദ് പറഞ്ഞ ഓർമ്മ നിൽക്കുന്ന ഒരു ദിവസമായിരുന്നു എന്നാണ്. ആജ് ഏകദം അച്ഛ അല്ലെങ്കിൽ ബുരാ ദിൻ ദാ, ഇത് ഇന്ന് എനിക്ക്
നല്ല ദിവസമായിരുന്നു അല്ലെങ്കിൽ ചീത്ത ദിവസമായിരുന്നു. അപ്പൊ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇന്ന് എനിക്ക് നല്ല ദിവസമായിരുന്നു, ആ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നല്ല ദിവസമായിരുന്നു എന്നാണ് പറയുന്നതെങ്കിൽ ഇന്ന് എനിക്ക് നല്ല ദിവസമായിരുന്നു. ആ സിറ്റുവേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് വേണം ഇത് വെക്കാൻ. മനസ്സിലായില്ലേ? ചീത്ത ദിവസമായിരുന്നു അവിടെ ആ സന്ദർഭത്തിൽ പറയുന്നത് എങ്കിൽ ചീത്ത ദിവസമായിരുന്നു എന്ന് എഴുതാം. അത് മനസ്സിലാക്കി ചെയ്യാനുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഈ ഒരു സെന്റൻസ് ആണ് ഏറ്റവും പഠിച്ചു വെക്കാൻ യോഗ്യമായിട്ടുള്ളത്. ആജ് കാ ദിൻ മേ കബി ഭൂൽ നഹി സക്ത. എനിക്ക് ഇന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന ഈ സെന്റൻസ്. അതുപോലെ ആജ് മേരി ജിന്ദഗി മേ മഹത്വപൂർണ്ണ ദിനോ മേ ഏക്, ഇന്ന് എൻ്റെ മഹത്വപൂർണ്ണമായ ദിവസങ്ങളിൽ ഒരു ദിവസമായിരുന്നു. മനസ്സിലായല്ലോ? ആജ് കെ ലിയെ ബസ് ഇത്തനാ ഹി, ഇത് ലാസ്റ്റ് എഴുതി കൊടുക്കേണ്ട സെന്റൻസ് ആണ്. ഇതുവരെ നമ്മൾ ഫസ്റ്റ് എഴുതി കൊടുക്കേണ്ടതാണ് പറഞ്ഞത്. ലാസ്റ്റ് എഴുതി കൊടുക്കേണ്ട സെന്റൻസ് ആണ് ആജ് കെ ലിയെ ബസ് ഇത്തനാ ഹി, ഇന്ന് ഇത്ര മാത്രം. അതായത് ഡയറി എഴുതി കഴിഞ്ഞ് ലാസ്റ്റ് ഇന്ന് ഇത്ര മാത്രം, ശുഭരാത്ത് എന്ന് നിങ്ങൾ എഴുതല്ലോ. ആജ് കെ ലിയെ ബസ് ഇത്തനാ ഹി, ഇന്ന് ഇത്ര മാത്രം, ഇന്ന് കേവലം ഇത്ര മാത്രമേ എഴുതുന്നുള്ളൂ, ഇന്ന് ഇത്രയേ ഉള്ളൂ, ഇനി എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കുന്നു, ശുഭരാത്ത് എന്നൊക്കെ നമ്മൾ അവസാനിപ്പിക്കും. അപ്പൊ ആ അവസാനിപ്പിക്കുന്ന സെന്റൻസ് ആണിത്. അതുപോലെ തന്നെ കൽ സുബഹ് ജൽദി ഉടനാ ഹെ, നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, നാളെ എനിക്ക് നേരത്തെ എഴുന്നേൽക്കാനുള്ളതാണ്, അല്ലേ? അങ്ങനെ അവസാനിപ്പിക്കുന്ന സമയത്താണ് നമ്മൾ ഈ സെന്റൻസ് എഴുതുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, എല്ലാ സെന്റൻസും കൂടെ എഴുതണ്ട കേട്ടോ. ആജ് കെ ലിയെ ബസ് ഇത്തനാ ഹി, അതാണ് നിങ്ങൾ പഠിച്ചു വെക്കുന്നതെങ്കിൽ ലാസ്റ്റ് അത് മാത്രം എഴുതുക. അതല്ല കൽ സുബഹ് ജൽദി ഉടനാ ഹെ, ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെന്റൻസ് എങ്കിൽ ഇത് മാത്രം പഠിച്ചു വെക്കുക, എന്നിട്ട് അത് മാത്രം എഴുതുക. ഓക്കെ, എല്ലതും കൂടെ എഴുതണ്ട, എല്ലതും എഴുതേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഈ മുകളിൽ പറഞ്ഞ ഫസ്റ്റ് എഴുതേണ്ടതിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, അച്ഛാ ബുര ഒഴികെ ബാക്കിയുള്ളതിൽ കേട്ടോ. കൽ കാ ദിൻ ശുഭ് ഹോ ഇസ് ഉമ്മീദ് സേ, നാളത്തെ ദിവസം നല്ലതായിരിക്കുമെന്ന വിശ്വാസത്തോടെ. ഡയറി എഴുതി നിർത്തുകയാണ്, ഡയറി എഴുതി അവസാനിപ്പിക്കുന്ന സമയത്ത് പറയാണ് നാളത്തെ ദിവസം നല്ലതായിരിക്കുമെന്ന വിശ്വാസത്തോടെ. ഹേ ഭഗവാൻ ധന്യവാദ്, അതൊക്കെ നിങ്ങൾ അവസാനം ചേർക്കേണ്ട സെന്റൻസുകളാണ്. ഇനി നമുക്ക് വാർത്താലാപിന്റെ ആവശ്യമായിട്ടുള്ള വരാൻ സാധ്യതയുള്ള ഭാഗം ഏതാണ് എന്ന് നോക്കാം. ബീർബഹൂട്ടി ഗോജ്തേ സമയ്, ബീർബഹൂട്ടികൾ അന്വേഷിക്കുന്ന സമയമുണ്ടല്ലോ, ബേലയും സാഹിലും, ആ സമയത്ത് ബേലയും സാഹിലും തമ്മിലുള്ള വാർത്താലാപം. മനസ്സിലായ? ബീർബഹൂട്ടികളെ അന്വേഷിക്കുന്ന സമയത്ത് ബേലയും സാഹിലും തമ്മിലുള്ള സംസാരം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദൂക്കാൻ സേ, കടയിൽ വെച്ച് ബേലയും സാഹിലും തമ്മിലുള്ള സംസാരം, കടയിലേക്ക് പോകുന്ന സമയത്തായാലും കടയിൽ വെച്ചിട്ടായാലും ബേലയും സാഹിലും തമ്മിലുള്ള സംസാരമാണ് പിന്നെ വരാൻ സാധ്യതയുള്ള സന്ദർഭം. പിന്നീട് വരാൻ സാധ്യതയുള്ളത് അസ്പത്താൽമേം, അവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടുമുട്ടുന്നു, സർക്കാർ ഹോസ്പിറ്റലിൽ വെച്ച് രണ്ടുപേരും തമ്മിൽ കാണുന്നുണ്ട്. ബേല അവളുടെ മുറിവ് മാറ്റിക്കെട്ടാൻ വേണ്ടി വന്നതായിരുന്നു. ആ സമയത്ത് സാഹില് കണങ്കാലിന് മുറിവ് പറ്റിയിട്ട് ആണി കയറിയിട്ട് സാഹിലും അവിടെ എത്തുന്നു, അല്ലെ? ആ സന്ദർഭത്തിൽ രണ്ടു പേരുടെയും സംസാരം, ബേലയും സാഹിലും എന്തൊക്കെയായിരിക്കാം സംസാരിച്ചിട്ടുണ്ടാവുക, അതാണ് പിന്നീട് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള സന്ദർഭം. അടുത്തത് റിപ്പോർട്ട് കാർഡ് ദേഖത്തെ സമയ്, റിപ്പോർട്ട് കാർഡ് രണ്ടുപേരും കൈമാറി നോക്കിയല്ലോ റിസൾട്ട് വന്നതിന് ശേഷം. ആ സമയത്ത് ബേലയും സാഹിലും തമ്മിൽ സംസാരിച്ചത് എന്തൊക്കെ, ആ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. പിന്നീട് ദീപാവലിക്ക് ചുട്ടിയോ കെ ബാദ് സ്കൂൾ ഖുൽനെ പർ, ദീപാവലി അവധിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോൾ ബേലയും സാഹിലും തമ്മിലുള്ള സംസാരം. ദീപാവലി അവധിക്ക് ശേഷം സ്കൂൾ തുറന്ന് ബേല വന്നു, ബേലയുടെ തലയിൽ കെട്ടുണ്ടായിരുന്നു, അപ്പൊ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഗാന്ധി ചോക്കിൽ കളിക്കാൻ പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നില്ലേ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഈ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ഇത്രയും ഭാഗമാണ് നിങ്ങൾ ഈ ബുക്കിൽ ശ്രദ്ധിച്ചു വെക്കേണ്ടത്. മനസ്സിലായോ? ഭാഷൺ പ്രതിയോഗിത കെ പ്രസംഗ കെ ആധാർ പർ ചോട്ടു രൺവിജയ്, പിന്നീട് ഭാഷൺ പ്രതിയോഗിതയില്, അതായത് നമ്മുടെ ചോട്ടു രൺവിജയ്ക്ക് വേണ്ടി ഒരു പ്രഭാഷണം തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്, അല്ലേ?
റൺവിജി അത് സ്കൂളിൽ അവതരിപ്പിക്കുന്നു. അവന് ഫസ്റ്റ് പ്രൈസ് നേടാൻ സാധിക്കുന്നു. അപ്പോൾ ആ ഭാഷൺ പ്രതിയോഗിത പ്രസംഗക്കെ ആധാർ പർ, ആ ഭാഷൺ പ്രതിയോഗിതയിൽ അവൻ അവതരിപ്പിച്ച പ്രസംഗം അതിനെ കുറിച്ചിട്ട് ചോട്ടു റൺവിജി, അതായത് അവന് അവിടെ ഭാഷണം പ്രസംഗത്തിന് അവന്റെ ടീച്ചർ ചേർത്തിയിട്ടുണ്ട് സ്കൂളിൽ. അവന് പ്രസംഗം അവതരിപ്പിക്കണം. പക്ഷേ നമ്മുടെ റൺവിജയ്ക്ക് ഹിന്ദി അത്ര നന്നായിട്ട് അറിയില്ല. പക്ഷെ ചോട്ടുവിന് നന്നായിട്ട് അറിയാം. ചോട്ടുവിനോട് വന്ന കാര്യങ്ങൾ പറയുന്നു. എനിക്കിങ്ങനെ സ്കൂളിൽ ചെയ്യാനുണ്ട്, പക്ഷേ എനിക്ക് ഹിന്ദി നന്നായിട്ട് അറിയില്ല, അതുകൊണ്ട് ഞാൻ വളരെ വിവശനാണ് എന്ന കാര്യമൊക്കെ ഇവിടെ വന്ന് പറയാണ്. അപ്പൊ ചോട്ടു പെട്ടെന്ന് തന്നെ നല്ലൊരു പ്രസംഗം തയ്യാറാക്കി കൊടുക്കുകയാണ്. വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർ രണ്ടുപേരും തമ്മിലുള്ള സംസാരം, അതിന്റെ ലാസ്റ്റാണ് നമ്മുടെ ചോട്ടു ഈ പ്രസംഗം തയ്യാറാക്കി കൊടുക്കുന്നത്. അപ്പൊ അവർ രണ്ടുപേർക്കും ഇടയിൽ ആ സമയത്തുണ്ടായൊരു സംസാരം ഉണ്ടല്ലോ, എനിക്ക് ഹിന്ദി അറിയില്ല അങ്ങനെയൊക്കെ പറയുന്ന ആ സംസാരമാണ് ഇവിടെ എഴുതേണ്ടത്. മനസ്സിലായോ? ഞാൻ നിനക്ക് നല്ലൊരു ഭാഷണം തയ്യാറാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചോട്ടു ഭാഷണം തയ്യാറാക്കി കൊടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? വാർത്താലാപ്, ഇവിടെ എഴുതേണ്ട വാർത്താലാപ് അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ ഇത്രയും ഭാഗമാണ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്, വാർത്താലാപ് ചോദിക്കാൻ സാധ്യതയുള്ള സിറ്റുവേഷൻ ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഡയറി ചോദിക്കാൻ സാധ്യതയുള്ളത് നേരത്തെ പറഞ്ഞു. പിന്നെ ഡയറിയിൽ ചേർക്കേണ്ട സെന്റൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു അല്ലേ? അപ്പൊ എല്ലാവരും ഇത്രയും ഭാഗങ്ങളൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ വാർത്താലാപം ഡയറിയൊക്കെ ഉണ്ടാക്കി പഠിക്കുക. ഇനി ആർക്കെങ്കിലും ഇത് ഈ തന്നിരിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിൽ നിന്നും ഡയറി, വാർത്താലാപം മുതലായവ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ചെയ്ത് നിങ്ങൾക്ക് ഞാനിതെല്ലാം ചെയ്തു തരുന്നതാണ്. ഓക്കെ.